ആയിട്ട് ശരത് കെ ശശി ഡൽഹിയിൽ നിന്ന് കൂടി നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ശരത്ത്, എന്താണ് ഇതിന് വിശദീകരണം? നികേഷ്, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ ഇത്രയും സമയത്തിനിടയിൽ ഏകദേശം 70-ലേറെ വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ ആഭ്യന്തര വിമാന സർവീസുകളുണ്ട്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിമാന സർവീസുകളുമുണ്ട്. ഇക്കാര്യത്തിൽ എയർ ഇന്ത്യ അല്പസമയം മുൻപ് ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ജീവനക്കാർ, ക്യാബിൻ ക്രൂ അംഗങ്ങൾ തുടർച്ചയായി രോഗാവധി അപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുമൂലം സർവീസുകൾ നടത്താൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ എയർ ഇന്ത്യ വിശദീകരിക്കുന്നത്. ജീവനക്കാരുമായി സംസാരിച്ച് അവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ കൂട്ട അവധി എടുക്കുന്നു എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. അങ്ങനെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണ് എന്നും എയർ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടിൽ അവർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്, ബുദ്ധിമുട്ടുകൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എയർ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം യാത്രക്കാരോട് ഇപ്പോൾ എയർ ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം, എയർ ഇന്ത്യ വിമാന സർവീസിൽ നിങ്ങൾ എയർ ഇന്ത്യയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിമാനം റദ്ദാക്കിയിട്ടുണ്ടോ അല്ല വിമാനത്തിന്റെ യാത്രാ സമയം വൈകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാക്കിയ ശേഷം മാത്രം വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പുറപ്പെടുക എന്നുള്ള നിർദ്ദേശം ഈ ഘട്ടത്തിൽ എയർ ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ട്. 70-ലേറെ വിമാനങ്ങൾ ഇതുവരെ ഈ ചെറിയ സമയപരിധിക്കുള്ളിൽ തന്നെ റദ്ദായിട്ടുണ്ട് എന്നതാണ് എയർ ഇന്ത്യ തന്നെ സ്ഥിരീകരിക്കുന്നത്. ഈ വിഷയം കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും ഗൗരവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. വിമാനങ്ങൾ കൂട്ടമായി റദ്ദാക്കിയ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിഷയം പരിശോധിക്കുന്നതായും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഒരു മാസം മുൻപ് സമാനമായ രീതിയിൽ വിസ്താരയുടെ ഫ്ലൈറ്റുകൾ കൂട്ടമായി റദ്ദാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കിടയിൽ 200ഓളം സർവീസുകളാണ് റദ്ദായത്. ആ ഘട്ടത്തിലും വ്യോമയാന മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഉണ്ടായി. പിന്നീട് ആ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഈ കാര്യത്തിലും എയർ ഇന്ത്യയുടെ വിമാന സർവീസുമായി ബന്ധപ്പെട്ട് സമാനമായ ഇടപെടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് യാത്രക്കാർക്കുള്ളത്. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക്.